ഈ അഭിനയമല്ലാത്ത ചില മേഖലകളിലേക്ക് കടക്കാനുള്ള അവസരവും എനിക്കുണ്ടായി. അതിലാദ്യത്തെ സംഭവം പ്രൊഡ്യൂസർ എന്നുള്ളതാണ്. എൻ്റെ സുഖേട്ടൻ തന്നെ MS ഫിലിംസ് മല്ലിക സുകുമാരൻ എന്നുള്ള ബാനറിൽ ഇരകൾ എന്ന് പറയുന്നൊരു പടം ജോർജ് സാറിനെ കൊണ്ട് എടുപ്പിച്ചു. ആദാബിൻ്റെ ഭാര്യയിലും യവനികയും അത് ഇതുമൊക്കെ വലിയ ഉഗ്രം പടങ്ങളെടുത്ത് സാറ് ഒരു പടം ചെയ്യാനായിട്ട് തുനിഞ്ഞതും അതിൻ്റെ നിർമ്മാതാവ് അങ്ങ് പോയത്. അപ്പോൾ സാർ അതെന്തൊക്കെയോ ആവശ്യമില്ലാത്ത ചിന്തകളിങ്ങനെ മനസ്സിലിട്ട് ഇരിക്കുമ്പോഴാണ് സുഖേട്ടനും ഞാനും കൂടെ ഒരു സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ സാർ അവിടെ നിന്ന് വീടൊന്ന് മാറാൻ നിൽക്കുക. സുഖേട്ടൻ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് മുകളിൽ വേറെ താഴെ വേറെ ആയിട്ട് കൊടുക്കാൻ കിടപ്പുണ്ട് സാർ, വേണേൽ അപ്ഷെയർ എടുത്താണ്. എൻ്റെ വീട്ടിലെ ബാൽക്കണി നിന്നാൽ സാറിൻ്റെ വീട്ടിലെ ബാൽക്കണി നിൽക്കുന്നവരെ കാണാം, അത്രയ്ക്ക് തൊട്ടടുത്ത വീടാണ്. അപ്പോൾ അത് സാറിൻ്റെ താല്പര്യമായിരുന്നു. അവിടെ സാറ് താമസം മാറി വന്നപ്പോൾ ഈ പിഷാരടി സാറ് മരിച്ചതിൻ്റെ കഥയും അങ്ങനെ ആ പടം മുടങ്ങിപ്പോയതിൻ്റെ വിഷമമൊക്കെ സാറ് പറഞ്ഞു. അപ്പോൾ സുഖേട്ടൻ്റെ വാസത്തിൽ ഈ മണ്ണ് എന്നൊക്കെ ഉള്ള പടങ്ങളിലൊക്കെ സാറിനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തും വന്ന് പറഞ്ഞു, കാരണം എനിക്കും സാറിനെ വലിയ ബഹുമാനം, എനിക്ക് അവാർഡ് വരെ നേടിത്തന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറും എത്ര നല്ല പടങ്ങളാണ്. കാരണം ഈ മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു നിർമ്മാണ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കുറച്ച് പടങ്ങൾ എഴുതിയാൽ സാറിൻ്റെ യവനിയെ ആദാമിൻ്റെ ഭാര്യയിലും പഞ്ചവടിപ്പാലും ഒക്കെ ഉറപ്പായിട്ട് ലിസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാൻ അയ്യോ അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും സുഖേട്ടാ, ഒരു പടം എടുക്കണമെങ്കിൽ ഒരുപാട് പൈസയൊക്കെ വേണ്ടേ. അപ്പോൾ എന്നോട് തോന്നി അങ്ങനെയല്ല, അന്നിങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പൈസ മതി, അത് നമുക്ക് അത് ഷൂട്ടിങ്ങിൻ്റെ പൈസയൊക്കെ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അപ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂഷന് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വരും എന്നൊക്കെ പറഞ്ഞിട്ട് സാറിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ, സാറ് വിഷമിക്കേണ്ട, ഇത് ഞാനെടുക്കാം പടം എന്ന് പറഞ്ഞിട്ടാണ് ഈ MS ഫിലിംസ് രജിസ്റ്റർ ചെയ്ത് ഇരകൾ എന്ന് പറയുന്ന ചിത്രം അതെടുക്കുന്നത്. അത് മുണ്ടക്കയം സൈഡായിരുന്നു ഷൂട്ടിങ്. അതിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഞങ്ങളൊക്കെ അപ്പുട്ടിച്ചായിരുന്നത് സാലി ചേച്ചി ഇതൊക്കെയാണ് വിളിക്കുന്നത്. ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തരികയും ഒരുപാട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഞാനും സുഖേട്ടനും കൂടെ അവിടുത്തെ ഒരു ഔട്ട് ഹൗസിലാണ് താമസിച്ചത് പോലും. അപ്പോൾ അതിനകത്ത് പ്രൊഡ്യൂസർ മാത്രമല്ല, ടൈറ്റിൽ കാർഡിൽ പേര് വരാത്ത പ്രൊഡക്ഷൻ കൺട്രോളറും ഞാൻ തന്നെയായിരുന്നു. രാവിലെ പറയും, നാളെ വേണു നാഗവള്ളി രാധയെ കൊണ്ട് അഭിനയിക്കുന്ന ഒരു മുറുക്കാങ്കഴയുടെ മുൻഭാഗമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് റെഡിയായോ എന്ന് രാവിലെ നീ വിളിച്ച് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി 1 2 3 ഇട്ട് എനിക്ക് തരും. അപ്പോൾ ഞാൻ പറയുന്നത് ഞാനാണോ ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ? അതെ, ആ കാശ് കൊടുക്കുന്ന ആളിൻ്റെ ഭാര്യയ്ക്ക് ഇച്ചിരി മാനേജറായിട്ടൊക്കെ ഇരിക്കാം, അത് പ്രൊഡക്ഷൻ ആവട്ടെ എന്തോ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് തമാശന് പറയുമെങ്കിലും ഇതൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കും. കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറപോലെ നടന്നു. അപ്പോൾ അങ്ങനെ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഞാൻ തിന്ന ഒരു പടമാണ് ഇരകൾ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കുറേശ്ശെ വന്നപ്പോഴാണ് അവിടെ ചില ഓരോ വരിയൊക്കെ പാടാനൊക്കെയുള്ളൊരു അവസരം കിട്ടുന്നത്. പാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുൾ പാട്ടൊന്നുമല്ല, ഒരു പാട്ട് ഗദ്യമാക്കി താളത്തിലും രാഗത്തിലും പറയുക എന്നുള്ളതായിരുന്നു കൂടുതലായിട്ട്. അതിൻ്റെ ഒരു ഒന്നാമത്തെ ഉദാഹരണമാണ് മറ്റേ ജയചന്ദ്ര സാറിൻ്റെ അമ്പലനടയിൽ ദ്വാദശി നാളിൽ തങ്കവിളക്കുകൾ എരിയുമ്പോൾ ഓർമ്മയില്ലേ ഓർമ്മയില്ലേ, ഇങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം. അത് താളം വേണം, അത്യാവശ്യം രാഗം വേണം. അപ്പോൾ അത് അത്യാവശ്യം താളം തെറ്റാതെയും ആ ട്യൂണിനൊക്കെ അനുസരിച്ച് ഈ പാട്ടായിരുന്നല്ലോ കോളേജ് പഠിക്കുമ്പോൾ പ്രധാന ജോലി. അപ്പോൾ അങ്ങനെ ഈ 1 2 സിനിമകളിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ വരിയൊക്കെ പാടി. പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പാട്ട് പാടി എന്നുള്ള റെക്കോർഡിലും മല്ലിക സുകുമാരൻ പ്ലേ ബാക്ക് സിംഗറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഒരു സഹസംവിധയായി ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത് പിന്നെ തമ്പിച്ചേട്ടൻ്റെ മാളിക പണിയുന്നവർ, ഏതോ ഒരു സ്വപ്നം, ശങ്കരനായർ സാറിൻ്റെ മദനോത്സവം, ഈ പറഞ്ഞ ലവ് ബേർഡ്സ് എന്നും പറഞ്ഞ് കമലഹാസനും ഞാനും കൂടെ അഭിനയിച്ചു. പക്ഷേ അത് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തീരാതെ നിൽക്കുകയും അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തോടുകൂടിയാണ് ഞാനിഞ്ഞ് പോരുന്നത്, നാട്ടിലേക്ക് ഇനി മടങ്ങി പോരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ചില പടങ്ങളിൽ അത് ടൈറ്റിലിൻ്റെ പേരൊക്കെ ഉണ്ട്. കൈലാസ്നാഥൻ ഞാനുമാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തമ്പിച്ചേട്ടൻ്റെ കൂടെ. മറ്റേതിനകത്ത് റീത്ത ബാദുരി ആയിരുന്നു അതിനകത്തെ ഒരു നായിക, കന്യാകുമാരിയിൽ. അവിടെയും സേതുമാധവൻ സാറിൻ്റെ കൂടെ. അതിനകത്ത് ടൈറ്റിലായിട്ടില്ല, പക്ഷേ സാർ എന്നെ വിളിച്ചിട്ട് അത്യാവശ്യം കുറച്ച് ഭയങ്കര പാണ്ഡിത്യമുള്ള ഹിന്ദിയൊന്നും അല്ല, എങ്കിലും ഈ പ്രൈവറ്റായിട്ട് ഹിന്ദി പഠിച്ചതിൻ്റെ ഒരു ഗുണം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സംസാരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഇപ്പുറത്ത് മദനോത്സവത്തിൽ സെറീന വഹബദ്, ഞങ്ങൾ രണ്ടും കൂടെ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട്. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് കലണ്ടർ എന്നൊരു പടം അഭിനയിച്ചപ്പോഴും സെറീന അത് ഓർമ്മിച്ച് പറഞ്ഞു, എൻ്റെ ടീച്ചറാണെന്നൊക്കെ. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു
പാട്ടുകാരി, ഒരു പ്രൊഡ്യൂസർ, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഇങ്ങനെ പല പല ഒരു മേഖലകളിൽ ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടെ ദൈവം തന്നു.